ദ റൈസ് എന്ന് പറയുന്നു. ദ റൈസ് എന്ന് പറയുന്ന ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനം, പരിശ്രമം എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു പാഠമാണ്. കഠിനാധ്വാനം, പരിശ്രമം, അതേപോലെ നിരാശ, ദുഃഖം, വിഷമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അത് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു പാഠമാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി, അവൻ വളരെ നിരാശനായിരിക്കുന്ന അവസ്ഥയിൽ അവനുണ്ടാകുന്ന ഒരു മോട്ടിവേഷനും അതിനെ തുടർന്ന് അവനുണ്ടാകുന്ന ഒരു മാറ്റമൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, തുടങ്ങാം. ദ റൈസ്. ഇവിടെ നമ്മളോടായിട്ടൊരു കാര്യം പറയുന്നുണ്ട് തുടക്കത്തിൽ, കണ്ട. അറ്റ് ദ എൻഡ് ഓഫ് എ ഗെയിം ഓർ സ്പോർട്ടിംഗ് ഈവൻറ്റ്സ്, മരിയ ജോണി പറയൂ. ദ റൈസ് എന്ന് പറയുന്ന പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് എ ഗെയിം ഓർ സ്പോർട്ടിംഗ് ഇവന്റ് we usually appreciate the winner or record breaker. Shouldn't we encourage the losers too? Let's see what happened in this story. Read on. അതായത് സാധാരണ നിങ്ങളുടെ സ്കൂളുകളിലായാലും ഗ്രൗണ്ടിലായാലും നിങ്ങൾ കളിക്കുമ്പോൾ ഒരാൾ ഗോളടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഉടനടി കൈയടിക്കും, ഇല്ലേ? ഗോളടിക്കുന്ന ആളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും, അല്ലേ? ഒരാള് ജയിച്ചു കഴിഞ്ഞാൽ അവനെല്ലാവരും കൈയടിച്ച് അവനെല്ലാവർക്കും നമ്മൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കും. പക്ഷേ തോറ്റ ആൾക്കാരെയോ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? തോറ്റ ആൾക്കാര് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് അവനോട് പറയും, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പറയും, സാരില്ല പോട്ടടാ എന്ന് പറയും. ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ അവനോട് പറയും, നീ എവിടെ ചെന്നാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്ന് പറയും. ഇതിലെ ഏതാ നിങ്ങൾ പറയാറ്? ഏതാ പറയാറ്? സാരില്ല പോട്ടെ എന്നാണോ അതോ അവസ്ഥയാണോ പറയാ? ഒന്നും മിണ്ടില്ലല്ലോ. എന്തേലാവട്ടെ, അപ്പൊ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയണില്ല. എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ഈ കഥയില് ഇത്തരത്തിലൊരു സംഭവമാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. നോക്കൂ, ദ റൈസ് പാഠത്തിന്റെ പേര്. നിഷ പഞ്ചാബിയാണ് കേട്ടോ ഇത് എഴുതിയത്. നോക്കൂ. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, and always made the family proud, but Tarun was never good at anything like that. എന്താ ഇപ്പൊ അവിടെ പറയണ്ടത്? തരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച്, ഒരു വിദ്യാർത്ഥിയെ കുറിച്ചാണ് പറയണത്. എന്താ പറയണെന്ന് അറിയൂ? അവനൊരു മീഡിയോക്കർ സ്റ്റുഡന്റ് എന്നാ പറയുന്നത്. എന്ന് വെച്ചാ വലിയ ബുദ്ധിയുള്ളവനല്ല, എന്ന തീരെ ബുദ്ധിയില്ലാത്ത ആളല്ല. ഒരു നമ്മൾ പറയില്ലേ, ഒരു ആവറേജ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവന്റെ ഗ്രേഡ്, അവന് പരീക്ഷയ്ക്ക് കിട്ടുന്ന ആ മാർക്ക് ഉണ്ടല്ലോ, അത് പലപ്പോഴും അവന്റെ വീട്ടുകാരെ എന്ത് ചെയ്യാറില്ല, സന്തോഷിപ്പിക്കാറില്ല എന്നാ പറയുന്നത്. ബെയർലി, വളരെ ദുർലഭമായിട്ടാണ് അവന്റെ വീട്ടുകാര് അവന്റെ മാർക്ക് കാണുമ്പോൾ സന്തോഷിക്കാറുള്ളൂ. അപ്പോ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടി. എന്താ ഏകദേശ ധാരണ? ഇപ്പൊ മീഡിയോക്കർ എന്ന് പറഞ്ഞു നമ്മൾ, ശരാശരിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവൻ വളരെ മോശമാണ് ശരിക്കും പറഞ്ഞു, അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ തകരാറാവും. അവർ വിചാരിക്കണ്ടാവും, അയ്യോ ഒരുപാട് മാർക്ക്, അങ്ങനെയൊക്കെ അവർ വിചാരിക്കണ്ടാവും. ഇനി ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അതേസമയം ഇനിയിപ്പോ പഠിപ്പില്ല എന്ന് പോട്ടെ, അവന് നന്നായി പാട്ട് പാടിക്കൂടെ? പക്ഷെ അവന് പാട്ട് പാടാനും അറിയില്ല, അവൻ നല്ലൊരു പാട്ടുകാരനല്ല. ഡാൻസർ, ഡാൻസ് കളിക്കാൻ അറിയില്ല. പെയിന്റർ, ചിത്രം വരക്കാരനല്ല.
ഈവൻ ആൻ ആക്ടർ, അവന് നിങ്ങളുടെ പോലെ അഭിനയിക്കാൻ പോലും അറിയില്ല എന്നാ പറയുന്നത്. അല്ലേ? നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ലേ? നിങ്ങളൊക്കെ നല്ല അഭിനേതാക്കളല്ലേ? വീട്ടില് നല്ല ഡീസന്റ് ആയിട്ട് എല്ലാവരുടെയും മുൻപില് ഞാനാണ് ഏറ്റവും നല്ല ആള്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പൊട്ടകൾ, അങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കാറില്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഉണ്ടാ? ശരി, അത് മതി, സമ്മതിച്ചെന്നാ മതി. നോക്ക്, he always thought of himself as a black sheep of the family. അവന്റെ വീട്ടിലെ തന്നെ ഒരു ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ പറയില്ലേ നമ്മള്. അതുപോലത്തെ ഒരുത്തനായിട്ടാണ് അവന്റെ വീട്ടുകാർ അവനെ കണക്കാക്കുന്നത്. അതാണ് ആരുടെ അവസ്ഥ? നമ്മുടെ തരുണിന്റെ അവസ്ഥ. നോക്കാം, അവന്റെ വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഹിസ് എൽഡർ ബ്രദർ, അവൻ നമ്മുടെ വീട്ടിലുണ്ടാവും. നോക്കൂ, who was pursuing a degree in engineering from a reputed college, always made the family proud. അല്ലേ? നമ്മുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ നമ്മളെ തോൽപ്പിക്കാനായിട്ടൊരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഉണ്ടാ. ഭയങ്കരമായിട്ട് പഠിക്കും, വലിയ വലിയ മെഡലുകളൊക്കെ മേടിക്കും. നമുക്കൊരു സ്വസ്ഥതയും തരില്ല. നമ്മളെങ്ങനെയെങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് പോവാന്ന് വിചാരിക്കുമ്പോൾ ഈ ബ്രദറും സിസ്റ്ററും ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ വീട്ടുകാർ പറയും, കണ്ടാ എന്ന് പറയും. അല്ലേ? പറയാറുണ്ട് അങ്ങനെ നിങ്ങളോട്? നിങ്ങൾ പഠിക്കാൻ ആരുടെ തകരാറാത്? ബ്രദറിന്റെ അല്ലേ? ഹി വാസ് പർസ്യൂവിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അവനിപ്പോ എഞ്ചിനീയറിംഗിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ റെപ്യൂട്ടഡ് കോളേജ്, ഒരു വലിയ പേരുകേട്ട ഒരു കോളേജില്. ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. അവനെ കുറിച്ച് പറയുമ്പോ വല്ല കല്യാണത്തിനൊക്കെ പോയ വീട്ടുകാർ പറയും, എന്റെ മോൻ അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, അവന് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, അവന് സ്കൂളിൽ ഫസ്റ്റ് ആണ്, അവന് സ്കോളർഷിപ്പ് കിട്ടി, ഇങ്ങനെയൊക്കെ പറയും. നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ടാ? നമ്മളെ അപ്പൊ ചിലപ്പോ അവരും കൂടി ചോദിക്കും, അപ്പൊ താഴെ മോനോ? ഇവിടെ എവിടെയുണ്ട് തോന്നുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ സംഭവിക്കാറുണ്ടാ? നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ വീട്ടുകാരോട് നമ്മൾ കാര്യങ്ങൾ പറയാനുള്ള ഒരു ടൈമാണ് ഇപ്പത്. ഉണ്ടാ? ഇല്ല അല്ലേ? ശരി എന്നാ. അപ്പോ ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മുടെ തരുൺ എന്ന് പറയുന്ന ഇവൻ ഒരിക്കലും അതുപോലെ ആയിരുന്നില്ല. അവൻ ഈ പറഞ്ഞ പോലെ പഠിക്കണ കാര്യത്തിലും പിന്നാക്കം, എല്ലാ കാര്യത്തിലും പിന്നാക്കം. However, he was blessed with the strength of a great athlete. He was an excellent runner. എന്നാൽ തരുൺ അങ്ങനെയല്ല കേട്ടോ. തരുൺ ഒരു ഗ്രേറ്റ് അത്ലറ്റ് ആണെന്നാ പറയുന്നത്. എന്താ അത്ലറ്റ് എന്ന് പറഞ്ഞാൽ? നല്ലൊരു ഓട്ടക്കാരൻ. അവനൊരു എക്സലന്റ് റണ്ണർ ആണെന്നാ പറയുന്നത്. നല്ലൊരു ഓട്ടക്കാരനാണ്. He would run for hours, be it day or night. രാത്രി ആയാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല, അവൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഓടിക്കോളും എന്നാ പറയണത്. രാത്രി ആയാലും പകലായാലും അവൻ നന്നായിട്ട് ഓടും എന്നാ പറയണത്. Beat day or night. Whenever he felt sad and lonely, he exhausted himself by running. അവനിപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായി നമ്മൾ വിചാരിക്കുക. When he felt sad, സങ്കടം, ലോൺലി, ഒറ്റപ്പെട്ട പോലത്തെ ഒരു തോന്നല്. അതായത് എന്നെ നോക്കാൻ ആരുമില്ല, എന്റെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്നറിയോ? അവൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. റൺ ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം കിടന്ന് അവൻ ഓടുമെന്നാ പറയുന്നത്. whenever he felt sad and lonely. എന്നിട്ട് ഓടിയിട്ട് അവൻ എന്ത് ചെയ്യും? എക്സോസ്റ്റഡ് ഹിംസെൽഫ്. അവൻ ശരീരത്തിനെ അങ്ങോട്ട് ക്ഷീണിപ്പിക്കും. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആകെ തളരും എന്നാ പറയുന്നത്. ബൈ റണ്ണിങ്, ഓടിയിട്ട്. thus releasing all his pent up emotions. എന്നിട്ടോ അങ്ങനെ ഇവൻ ആ മണിക്കൂറുകളോളം ഓടിയിട്ട് ഇവന്റെ ആ ദുഃഖങ്ങളുണ്ടല്ലോ അത് മുഴുവനും അവൻ റിലീസ്, അതെല്ലാം അവൻ അങ്ങോട്ട് അത് റിലീസ് ചെയ്യുന്ന പറയും.
Okay. At times he would miss his school bus. He would then turn to school. അപ്പൊ തരുൺ നമ്മുടെ പോലെ തന്നെയാട്ടാ. മിസ് സ്കൂൾ ബസ്, ഇടയ്ക്കിടയ്ക്ക് അവന്റെ സ്കൂൾ ബസ് അവൻ മിസ് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ മിസ് ചെയ്യുമ്പോൾ അവൻ എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ പോലെ തിരിച്ചു വരികയല്ല ചെയ്യുക. അറ്റ് ടൈംസ് ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്. അവന്റെ സ്കൂൾ ബസ് അവൻ മിസ്സാകുമ്പോ and would then run to school. അവൻ സ്കൂളിലേക്ക് എന്തായി? പിന്നെ അവൻ ഓടുകയും, which was 5 miles away from his home. അവന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? 5 മൈല്, 5 കിലോമീറ്റർ. 5 മൈൽ ദൂരം എന്നാ പറയുന്നത്. മൈലും കിലോമീറ്ററും വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളിപ്പോ തൽക്കാലം 5 മൈൽ ദൂരമുണ്ട്. എന്നിട്ട് he just had one dream to become the fastest runner in the world. അവന്റെ ഒരേ ഒരു ആഗ്രഹം എന്താ? To become the fastest runner in the world. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരനായിട്ട് മാറുക എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. തരുൺ did not know how to achieve his dream. പക്ഷേ തരുൺ അറിയില്ല എങ്ങനെയാണ് അവന്റെ ഈ സ്വപ്നം അവൻ നേടുക എന്നുള്ളത് അവനറിയില്ല. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. അല്ലേ? നമ്മുടെ വീട്ടുകാരുടെ അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനായി മാറണം അല്ലേ? നിങ്ങളുടെ ആഗ്രഹം അതല്ലേ? അതിനായിട്ട് നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും പല്ലൊന്നും കൂടി തേക്കാതെ നമ്മൾ എന്ത് ചെയ്യും? പന്ത് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ വീട്ടുകാര് പറയും, എന്നു പറയും? പോവണ്ടെന്ന് പറയും. എന്നിട്ട് പറയും പഠിക്കാൻ പറയും അല്ലേ? എന്താൾക്കാരല്ലേ നമ്മള്. അതേപോലെയാണ് തരുണിന്റെ വീട്ടുകാരും. ഡിഡ് നോട്ട് നോ അല്ലേ? തരുണിന്റെ ആഗ്രഹം എന്തായ? ഏറ്റവും വലിയ അത്ലറ്റ് ആവുക എന്നുള്ളതാണ്. പക്ഷേ അവന്റെ പേരൻസിന് അതേസമയം ഹേറ്റഡ് ഹിസ് റണ്ണിങ്. അവന്റെ ഈ ഓട്ടത്തിന് അവര് വെറുക്കുന്നു എന്നാ പറയണത്, ഹേറ്റഡ്. ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അവൻ എന്ത് ചെയ്യണം? അവന്റെ പഠനത്തിൽ അവൻ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് വീട്ടുകാർ പറയുന്നത്. അവരതേസമയം ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവുക എന്നുള്ളതാണ് ആഗ്രഹം. ഇനി വിച്ച് ഹി നെവർ ഡിഡ്. പക്ഷേ ഈ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുമോ? അവനെ കൊണ്ട് പറ്റില്ല. അവന് പറ്റാത്ത കാര്യമാണ്. On the other hand, he belonged to a middle class family. ഇനി മറ്റൊരു പ്രശ്നം അവനെ സംബന്ധിച്ചിടത്തോളം, മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? He belonged to a middle class family. അവൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അവൻ. മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? നമ്മുടെയൊക്കെ പോലെ തന്നെ. അവന്റെ അച്ഛനമ്മമാര് വലിയ കാശേരല്ല, ഒരുപാട് പണവും സ്വത്തുള്ള ആൾക്കാരല്ല. അത്ര വലിയ പൈസയൊന്നും ഇല്ലാത്ത കുറച്ച് ഒരു ചെറിയ വീട്ടുകാര്, മിഡിൽ ക്ലാസ് ഫാമിലി. ആൻഡ് അരുൺ ന്യൂ ദാറ്റ്. അപ്പൊ അരുണിനറിയാം, ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് an intensive training, the amount for which was well beyond his family's reach. ഇനിയോ അരുൺ ന്യൂ ദാറ്റ്. അരുൺ അറിയുന്ന കാര്യം, ടു അച്ചീവ് ഹിസ് ഡ്രീം, അവന്റെ സ്വപ്നം നേടണമെങ്കിൽ. എന്താ അവന്റെ സ്വപ്നം? എന്താണ് അവന്റെ സ്വപ്നം? ഓട്ടക്കാരനാവണം. അതന്നെ. He needed an intensive training. അങ്ങനെ വലിയ ഓട്ടക്കാരനാവണമെങ്കിൽ അവനൊരു ഇന്റൻസീവ് ട്രെയിനിങ്, ഭയങ്കരമായ ഒരു ട്രെയിനിങ് അവന് കിട്ടണം. തീവ്രമായ പരിശീലനം അവന് കിട്ടണം. ദി എമൗണ്ട് ഫോർ വിച്ച്, അങ്ങനെ തീവ്ര പരിശീലനം വെറുതെ കിട്ടില്ല, കാശ് ചെലവുണ്ട്. വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലി റീച്ച്. അതവന്റെ വീട്ടുകാർക്ക് കഴിയാവുന്നതിനും അപ്പുറമാണ്. ഇനി when Tarun failed his terminal examination, his father was very angry with him. അങ്ങനെ അരുൺ അവന്റെ ടെർമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ അല്ലേ, അവന്റെ ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പോണ പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനത്തെ ടേം പരീക്ഷ. അത് കഴിഞ്ഞപ്പോൾ his father was very angry with him. അവന്റെ അച്ഛൻ അവനോട് ഭയങ്കര ദേഷ്യം. എന്തായിരിക്കും ദേഷ്യത്തിന് കാരണം?
ആ മാർക്ക് ഉണ്ടാവില്ല. ശ്രീഹരിക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയണുള്ളൂ കേട്ടാ. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും, അവരൊക്കെ പാവങ്ങള് പൊട്ടന്മാര് അറിയാത്ത പോലെ ഇരിക്കുക. എന്താണ് കാരണം? എന്താണ് അഭിജിത്തെ കാരണം? അല്ലാണ്ട് അച്ഛന് പരീക്ഷ എഴുതാൻ പറ്റാത്ത വിഷമം കൊണ്ടാണോ? അതാണ്. ശരി. അപ്പോ angry with him, his friends too made fun of him. അങ്ങനെ അവന്റെ അച്ഛൻ അവനോട് ചൂടാവുക മാത്രമല്ല, അത് കാണുമ്പോൾ ഹിസ് ഫ്രണ്ട്സ്, അവന്റെ കൂട്ടുകാരുണ്ടല്ലോ, ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം, അവര് എന്താ ചെയ്യണത്? അവനെ കളിയാക്കുന്നു. കളിയാക്കുന്നു. ഫൺ ഓഫ് ഹിം. It was a day he wanted to wipe out his memory and so he took to running. അങ്ങനെ ആ ദിവസം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എങ്ങനത്തെ ദിവസം? He wanted to wipe out from his memory. ആ ദിവസത്തിനെ തന്നെ അവൻ വൈപ്പ് ഔട്ട്, തുടച്ചു നീക്കാൻ അവൻ ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. എവിടെ നിന്ന് തുടച്ചു നീക്കാൻ? മെമ്മറി, ഓർമ്മയിൽ നിന്ന്. അതായത് ദിവസം തന്നെ ഓർക്കുമ്പോ ഒരു വിഷമ. അപ്പൊ അവന്റെ ഓർമ്മയെന്ന ദിവസത്തിന് തുടച്ചു നീക്കണം, പിന്നെ ഓർമ്മ വരാൻ പാടില്ല. അതാണ് അവൻ ആഗ്രഹിച്ചത്. അപ്പൊ അതിനെന്താ മാർഗം? സോ ഹി ടുക്ക് ടു റണ്ണിങ്. അവൻ ചെയ്ത പണിയാണ് എന്താ? റണ്ണിങ്. എന്താ? ഓടുക. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. അല്ലെ? He ran all around the park. അവരിങ്ങനെ ഓടി. എവിടെ ഓടി? പാർക്കിന്റെ ചുറ്റും അവൻ കിടന്നോടി. അങ്ങനെ അവൻ ഓടുമ്പോൾ ശ്രദ്ധിക്കുക, സൺ എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ അവന്റെ തീഷ്ണമേറിയിട്ടുള്ള ആ ചൂട് രശ്മികള് അത് അവന്റെ നേരെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ അയക്കണം. തീഷ്ണമായിട്ടുള്ള ആ രശ്മികള് അത് അവന്റെ നേരെ അയക്കുന്നു സൂര്യൻ. ഓക്കെ. എന്തിനാ? ടു ചെക്ക് ഹിസ് റേജ്. അവന്റെ ആ വാശി എങ്ങനെയുണ്ട്? അവൻ ഓട്ടം നിർത്തുവോ? അപ്പോ അത് പരിശോധിക്കാൻ എന്ന പോലെ സൂര്യൻ അവന്റെ രശ്മികള് ഇങ്ങനെ കൂടുതൽ ചൂടോടുകൂടി തരുണിന് നേരെ ഇങ്ങനെ പറഞ്ഞയച്ചു. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷേ തരുണിന് പിടിച്ചു നിർത്താനായിട്ട് ഇതിനൊന്നും സാധിച്ചില്ല എന്നാ പറയണത്. മനസ്സിലായോ? പിടിച്ചു നിർത്താനായിട്ട് ഒന്നും സാധിച്ചില്ല. അവന്റെ വാശിയെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. He was fully exhausted and his fury having subsided, he threw himself a bench and started panting heavily. എന്താ പറഞ്ഞത്? He was fully exhausted. അവൻ മുഴുവനായിട്ട് എന്താ പറയാ, ക്ഷീണിച്ചു. അവന്റെ എല്ലാ ഊർജവും അവൻ ഇങ്ങനെ കളഞ്ഞു ഓടിയിട്ട്. ഫുള്ളി ഹിസ് ഫ്യൂറി, അവന്റെ ആ എന്താ പറയാ വാശി, ഹാവിങ് സബ്സൈഡഡ്, അവന്റെ ആ എന്താ പറയാ ഫ്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രതാന്നോ തീവ്രതാന്നൊക്കെ പറയാം. അത് അവിടെ എന്താണെന്നാ പറയണത്? നോക്കുക. അവന്റെ ആ ക്രോധം, ഫ്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോധം, അത് ഇല്ലാതെയായി, സബ്സൈഡഡ്, അതിങ്ങനെ പതുക്കെ കുറഞ്ഞു. He threw himself on a bench and started panting heavily. അവൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഓടിയിട്ട് തീവ്രതയോട് ഓടി അവസാനം he threw himself, അവൻ സ്വയം എന്ത് ചെയ്തു എന്നാ പറയണത്? എറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ കട്ടിലമ്മലൊക്കെ പോയിട്ട് ഇങ്ങനെ വീടില്ലേ, അതന്നെ ത്രൂ ഹിംസെൽഫ്. പറഞ്ഞ വഴിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഓൺ എ ബെഞ്ച്, അതായത് ഇവിടെ പാർക്കിലാണ്. അപ്പൊ പാർക്കിന്റെ ബെഞ്ചുമ്മ പോയിട്ട് അവൻ വീണു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. എന്നിട്ട് പാർക്കിൽ ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പാൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ കിതയ്ക്കാൻ തുടങ്ങി. സഡൻലി ഹി ഹിയർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. പെട്ടെന്ന് അവന്റെ കൈമുട്ടിന്റെ ഭാഗത്ത് നിന്ന് അവൻ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണിത് മകരെ? തരുൺ ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ്. തരുൺ പെട്ടെന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞു.
And there sat a man of about 60. അവിടെ ഇരിക്കുന്നത് ആരാ? എ മാൻ, ഒരാൾ. എത്ര വയസ്സായിട്ട് ഏകദേശം? about 60, ഏകദേശം 60 വയസ്സ്. I failed 2 subjects, he replied in depressed tone. എന്താണ് അപ്പൊ തരുൺ പറയണത്? I failed in, അല്ലേ, ഒരു നിസാര കാര്യം, ഞാൻ 2 വിഷയത്തിൽ തോറ്റു. He replied in a depressed tone. പക്ഷെ അരുൺ അങ്ങനെയൊന്നും നിസാരായിട്ടല്ല കേട്ടാ പറയണത്, വളരെ വിഷമിച്ചിട്ട്, ഡിപ്രസ്ഡ്, ആകെ നിരാശനായിട്ടാ പറയുന്നത്. The man smiled sympathetically and said, life is full of ups and downs, my boy. By the way, I am Ram Narayan, and you are one of the best runners I have ever seen. അപ്പൊ ആ മനുഷ്യൻ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? സ്മൈൽഡ്, ചിരിച്ചു. എങ്ങനെ ചിരിച്ചു? സിമ്പതറ്റിക്കലി, സഹതാപത്തോടെ. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അത് മുഴുവനും അപ്സും ഡൗണുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ജീവിതം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. മൈ ബോയ്, ബൈ ദ വേ, ഐ ആം രാം നാരായൺ, and you are one of the best runners I have ever seen. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് നീ. ഞാൻ ആരാ? ഞാൻ രാം നാരായൺ. പക്ഷേ നീയോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാൾ. രാം നാരായൺ? രാം നാരായൺ? Are you the same Ram Narayan who won the Olympic medal in 400 meters race in 1960s? Tarun could not hide his excitement. രാം നാരായൺ എന്ന് പറഞ്ഞ കേട്ട താമസം തരുൺ ആകെ ഞെട്ടിപ്പോയി. കണ്ടാ, തരുൺ പറഞ്ഞു കേട്ടാ, രാം നാരായൺ? രാം നാരായൺ നിങ്ങളാണോ? അതേ രാം നാരായൺ. ഏത് രാം നാരായൺ? ഓ, won an Olympic medal. അതായത് ഒളിമ്പിക്സിൽ നിന്നൊരു മെഡൽ കിട്ടിയിട്ടുള്ള രാം നാരായൺ. ഏതിന്, എന്തിനു കിട്ടി? ഇൻ 400 മീറ്റർ റൈസ് ഇൻ 1916. 1960 400 മീറ്റർ ഓട്ട മത്സരത്തിന് മെഡൽ കിട്ടിയ രാം നാരായൺ നിങ്ങളാണോ? തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെന്റ്. തരുണിന് അവന്റെ ആകാംക്ഷ അടക്കി വെക്കാൻ സാധിച്ചില്ല. കുഡ് നോട്ട് ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആകാംക്ഷ അവന് അടക്കി വെക്കാൻ സാധിച്ചില്ല. ഓക്കെ, നോക്കൂ, രാംനാരായണനും തരുണും കൂടിയിട്ട് ബെഞ്ചും ഇരിക്കണതാണ് ആ കാണുന്നത്. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. അപ്പോ രാംനാരായൺ പറഞ്ഞു, യെസ്, അതന്നെ. ആ യെസ് എങ്ങനെയാ വന്നത്? പാറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തിങ്ങനെ തട്ടിയിട്ട്, പുറത്തിങ്ങനെ നമ്മൾ അഭിനന്ദിക്കാനായിട്ട് തട്ടില്ലേ നമ്മളോട്, അല്ലേ? എന്താണ് സ്നേഹം തോന്നുന്ന, എന്താണ് വാത്സല്യം കൊണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതാണ്, പുറത്തുനിന്ന് തട്ടുക. എന്നിട്ട് മറുപടി പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. തരുൺ വാസ് ഡാസിൽഡ്. പക്ഷേ ഇത് കേട്ട താമസം തരുൺ എന്തായെന്ന് പറഞ്ഞത്? ഡാസിൽഡ്, ആകെ വിഷമത്തിലായി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. മകനെ, ഞാൻ നിന്നെ കഴിഞ്ഞ 45 മിനിറ്റായിട്ട് ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യായിരുന്നു. നിന്നെ കണ്ടിന്യൂഡ് രാം നാരായൺ. ആരാ പറഞ്ഞ ആള്? രാം നാരായൺ. And I see a good future in you. നിന്നെ നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്കൊരു ഗുഡ് ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുൺ ഇത് കേട്ടപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഇങ്ങനെ ആകെ വണ്ടർ അടിച്ച് നിൽക്കണം. ബ്ലഷ് എന്ന് വെച്ചാൽ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഇനി all you need to do is keep that passion burning in you and never give up. നോക്കുക, ഇവിടെ പറയുന്നത് all you need to do, നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയൂ? ഡു എന്താണ്? കീപ് ദാറ്റ് പാഷൻ. ഓട്ടത്തിനോടുള്ള ആ ഇഷ്ടമുണ്ടല്ലോ, പാഷൻ, ഭയങ്കരമായ തീവ്രമായ ഇഷ്ടം, അതിനെ എന്ത് ചെയ്യുക? കീപ്, അതിനെ സംരക്ഷിക്കുക. അതായത് നിന്റെ ഈ ആവേശം കെടാതെ സൂക്ഷിക്കുക.
ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? അല്ലേ, നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ? ദ മാൻ ആസ്ക്ഡ്. ദ മാൻ എൻക്വയർഡ്. ഇയാൾ എന്ത് ചെയ്തു? അന്വേഷിച്ചുട്ടാ, വീണ്ടും അന്വേഷിക്കുകയാണ്. തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. നോക്കട്ടാ, അപ്പൊ തരുണിന്റെ ചിരി ഉണ്ടല്ലോ, ആ ചിരി മാഞ്ഞു. ഹി സീംഡ് ഡിസ്ട്രോട്ട്. അവന് ആകെ ഒരു വരൾച്ച ബാധിച്ച പോലെ, അല്ലെ, എന്താണ് പറയേണ്ടതെന്നില്ലാത്ത അവസ്ഥ. ആർക്ക്? തരുണിന്. ഓക്കെ, ഇനി അത് ആ വോയിസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ? കിളി ചലക്കണത്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യും, മൈക്ക് മ്യൂട്ട് ചെയ്യും. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യും ടാ. നോക്ക്, ഒന്നുവരെ കിളീനെ മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് നോക്ക. ബട്ട് രാം നാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. ഒരു മിനിറ്റ്. ട്രെയിനിങ് അതിന് കഴിഞ്ഞില്ല അല്ലേ? തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് സീംഡ് ഡിസ്ട്രോട്ട്. A training school is very expensive, sir, and I am unemployed, said Tarun. തരുൺ പറയണം, ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ ചെലവേറിയതാണ് സാറേ. ഐ ആം അൺഎംപ്ലോയിഡ്, എനിക്കാണെങ്കിൽ ഒരു ജോലിയുമില്ല. ഓ, തരുണിന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ അല്ലേ? ജോലിയൊന്നും ഇല്ല സ്കൂളിൽ പഠിക്കുമ്പോഴേക്കേ. നോക്ക്, സെഡ് തരുൺ, ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ദീസ് സർക്കംസ്റ്റൻസ്. അപ്പൊ തരുൺ പറയുമ്പോ തരുണിന്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. എന്താണെന്ന് അറിയൂ? എന്താ? ഹി കുഡ് ജോക്ക് ഈവൻ ദീസ് സർക്കംസ്റ്റൻസ്. അല്ലേ, അവൻ വലിയൊരു തമാശയല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ലേ, ഞാൻ ആരാ മോൻ, ഇതുപോലുള്ള സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയുന്നു? തമാശ പറയുന്നു. അതായത് 2 വിഷയത്തിൽ തോറ്റിട്ട് തുന്നമ്പാടി ആൾക്കാരും നാട്ടുകാരും മുഴുവനും കളിയാക്കി നിൽക്കണ നേരത്ത്, അല്ലേ, വീട്ടിൽ നിന്ന് ഏകദേശം പുറത്താക്കിയ പോലെ ആയ സമയത്ത് ഞാൻ തമാശ പറയണം. അല്ലേ, എന്താ, എനിക്ക് ജോലിയില്ലല്ലോ. രാം നാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. പക്ഷെ രാം നാരായൺ അങ്ങനെയല്ല കേട്ടോ, തരുണിന്റെ പോലെയല്ല, വളരെ സീരിയസ് ആയിട്ടാണ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. രാം നാരായൺ എന്താ പറഞ്ഞത്? ഐ വിൽ ട്രെയിൻ യു. എന്താണ് ട്രെയിൻ യു? ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യിക്കാം. എന്ത് ട്രെയിൻ? ഈവൻ ഇൻ, എന്താ പറയുന്നത്, ഇഫ് യു വാണ്ട്, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. അതായത് രാം നാരായൺ വലിയ ഓട്ടക്കാരനാ. അപ്പൊ നാരായണൻ വന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ഓടാൻ വേണ്ട ട്രെയിനിങ് ഞാൻ നൽകാം. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, എന്താണ്, ഐ വുഡ് പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഞാൻ പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വയ്ക്കും. അപ്പൊ ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം, പക്ഷെ അങ്ങനെ എൻ്റെ ട്രെയിനിങ് കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺ വോയിസ് ഷ്യൂഡ് കോഷ്യസ്ലി, ഫ്യൂരിയസ്ലി. എന്താണ് അങ്ങയുടെ കണ്ടീഷൻ? അല്ലേ, തരുണിന്റെ ശബ്ദം ആകെ, എന്താ പറയണത്, ഷോവ്ഡ്, അല്ലെ, അവന് ആകെ ആങ്സൈറ്റി വന്നു. എന്താ പറയാ, ആങ്സൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉത്കണ്ഠ, അതുപോലെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ. എന്താണ് സംഭവിച്ചത്? നോക്കുക, അങ്ങനെ തരുണിന് അങ്ങനെ ഒരു ആങ്സൈറ്റി വന്നു. നോക്കൂ, എന്താണ് കണ്ടീഷൻ? There is a race on Children's Day at Nehru Stadium. നെഹ്റു സ്റ്റേഡിയത്തില് ചിൽഡ്രൻസ് ഡേ അന്ന്, അല്ലെ, ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞാൽ അറിയാലോ, നെഹ്റുവിന്റെ ജന്മദിവസം. അന്ന് there is a race, അവിടെ എന്തുണ്ടെന്നാ പറഞ്ഞത്? കുട്ടികളുടെ ഒരു മത്സരം, ഓട്ട മത്സരം. Children of your age are competing there. അവിടെ നിന്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റിംഗ്, അവിടെ മത്സരിക്കണം. If you participate and win that race, നീ ആ റേസിൽ പങ്കെടുക്കുകയും എന്നിട്ട് ആ റേസ് നീ എന്ത് ചെയ്യുക? വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നീ അത് നേടുകയും ചെയ്താൽ ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, ഞാൻ നിന്നെ ട്രെയിനിങ് നിനക്ക് ഞാൻ തരാം. അപ്പോ അവിടെ പറയണം, ദാറ്റ് ഈസ് നോട്ട് ബിഗ് ഡീൽ. അതൊരിക്കലും എന്തല്ല, ഒരു ബിഗ് ഡീൽ അല്ല.
അല്ലേ? എന്നുവെച്ചാൽ അതൊരു വലിയ കാര്യമില്ല. ഐ ക്യാൻ ഡു ഇറ്റ്. ക്യാൻ ഐ? എനിക്ക് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? ഈ തോട്ട് തരുൺ. ഇതാരാ? ആരാ? തരുണാണ്. തരുൺ പറയണോ? അല്ല, തോട്ട് ചിന്തിക്കണവൻ. ഓ, അത് നിസാരല്ലേ, എനിക്ക് പറ്റും. ഐ വിൽ സർ. ഹി ഹിയർഡ് ഹിംസെൽഫ് saying with complete conviction. അവൻ തന്നെ പറയണത് അവൻ തന്നെ ശ്രദ്ധിച്ചു. അവൻ തന്നെ മനസ്സിലായി എന്താ, ഓ ഞാൻ ആ പറയുന്നത് ഭയങ്കര കൺവിക്ഷൻ എന്ന് വെച്ചാൽ ഒരു സംശയമില്ലാതെയാണ് ഞാൻ പറയണത്. എനിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഇതാ പറയണം, ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. റിമെമ്പർ, യു ആർ ടു വിൻ ഇറ്റ്. യുവേഴ്സ് ടു വിൻ ഇറ്റ്. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം? ആസ്ക്ഡ് രാംനാരായൺ. അപ്പോൾ ഫൈൻ ബോയ്, ശരിയായി കുഞ്ഞെ എന്നാ പറയുന്നത്. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. അപ്പോ നിന്നെ ഞാൻ അങ്ങനെ വെല്ലുവിളിച്ചു, അപ്പൊ നീ വെല്ലുവിളി സ്വീകരിച്ചു. ഇനി എന്ത് ചെയ്യണം? അല്ലേ, എന്താണ്? ടു ഗെറ്റ് യു, അല്ലേ, ഞാൻ നിന്നെ അങ്ങോട്ട് എത്തിക്കണം. എവിടേക്ക്? ഈ പറയുന്ന ഓട്ട മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ ഞാൻ എത്തിക്കണം. അപ്പോ യുവേഴ്സ് ടു വിൻ. അപ്പോ ഇവിടെ എന്താണ്? റിമെമ്പർ, നീ ഓർമ്മിക്കുക. യുവേഴ്സ് ടു വിൻ. നീ എന്തിനാ പോണത്? ജയിക്കാൻ പോണതാണ്. മത്സരിക്കാൻ പോണതാണോ? എന്താ മത്സരിക്കാൻ പോണതും ജയിക്കാൻ പോണതും തമ്മിലുള്ള വ്യത്യാസം? ജയിക്കാൻ പോണ ആളും മത്സരിക്കാൻ പോണ ആളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജയിക്കാൻ പോണ ആൾക്ക് വാശി കൂടും. മത്സരിക്കാൻ പോണ ആളോ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോ പറയാ, എല്ലാവരും ഓടുന്നുണ്ട്, ഞാനൊന്ന് ഓടി നോക്കട്ടെ, ചിലപ്പോ ജയിച്ചാലോ. അങ്ങനെയാണ്. അപ്പൊ ആ ഓട്ടത്തിന് വലിയ ഉഷാറുണ്ടാവോ? ഉണ്ടാവോ? അതാണ് ജയിക്കാൻ പോകുന്ന ആളും മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇവിടെ പറയാണ്, ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ ഇത്രയും സംസാരിച്ചൊക്കെ ചെയ്തു, പേര് ഇതുവരെ ചോദിച്ചില്ല. എന്താണ് നിന്റെ പേര്? സെഡ് രാംനാരായൺ. രാംനാരായൺ ചോദിച്ചു. തരുൺ കപൂർ സർ. എന്താണ് എന്റെ പേര്? എന്റെ പേര് തരുൺ എന്നാണ്. തരുൺ കപൂർ എന്നാണ് ശരിക്കും പേര്. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പൊ തരുണിനോട് പറയണം, ഐ വിൽ മീറ്റ് യു. ഞാൻ നിന്നെ ഇവിടെ വെച്ച് തന്നെ കാണാം. ഹിയർ ആഫ്റ്റർ 5 days. എന്ന് കാണാം, 5 ദിവസങ്ങൾക്ക് ശേഷം. എന്തിനാ? ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. എന്തിനാ ഞാൻ പറയണതെന്നറിയോ? നീ പങ്കെടുക്കുന്നതിനുള്ള, നിനക്ക് പങ്കെടുക്കാനുള്ള കാർഡുമായിട്ടാണ് ഞാൻ. ഓൾ ദ ബെസ്റ്റ് സെഡ് രാംനാരായൺ. രാംനാരായൺ പറഞ്ഞു, ഒക്കെ ശരിയാവുന്നു. ഇനി രാംനാരായൺ ലെഫ്റ്റ്. എന്നിട്ട് പറഞ്ഞു, ഓൺ ദ വേ ഹോം തരുൺ thought that his father had not scolded him. If his father had not scolded him, he wouldn't have got this opportunity. അങ്ങനെ തരുൺ വീട്ടിലെത്തിയ വഴിക്ക് thought that, തരുൺ വിചാരിച്ചു എന്താ? if his father had not scolded him. എന്താ വിചാരിച്ചത്? എന്റെ അച്ഛൻ ചീത്ത പറഞ്ഞില്ലായിരുന്നു എങ്കിൽ he wouldn't have got this opportunity. എനിക്ക് ഇങ്ങനൊരു അവസരം ലഭിക്കുമായിരുന്നു. എന്തപ്പോ ഇവിടെ തരുൺ പറഞ്ഞത്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? തരുണിന്റെ അച്ഛൻ തരുണിനെ ചീത്ത പറഞ്ഞത് നന്നായി എന്നാണോ മോശമായി എന്നാണോ? നന്നായി അല്ലേ? തരുൺ എന്തെന്നാ പറയണത്? നന്നായി എന്നല്ലേ പറയണത് അല്ലേ? എന്താ നന്നായി എന്ന് പറയാനുള്ള കാരണം? അതാണ് ഇവിടെ പറയുന്നത്. കാണില്ല. അച്ഛൻ ചീത്തറിഞ്ഞത് കൊണ്ട് ഞാൻ പാർക്കിന്റെ ചുറ്റും കിടന്ന് ഓടി. അപ്പൊ അത് ആര് കണ്ടു? രാംനാരായൺ കണ്ടു. അതാണ് പറയുന്നത്, ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം. എന്റെ അച്ഛൻ ചീത്ത പറഞ്ഞില്ലായിരുന്നു എങ്കിൽ he would have got this opportunity. അവന് ഈ മത്സരം കിട്ടുമായിരുന്നില്ല. The next day brought a new ray of hope. അങ്ങനെ അടുത്ത ദിവസം ഏതാ പുതിയ പ്രതീക്ഷയുടെ ഒരു കിരണം അവനിൽ മുളച്ചു. തരുൺ got up early. തരുൺ എന്ത് ചെയ്തു? നേരത്തെ
had milk, and before his mother could finish her query on what he was up to, he ran out and went to Nehru Stadium to check the details of the race. അല്ലേ? ആ പാല് അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ച് മുഴുവനാക്കുമ്പോഴേക്കും എന്ത് മുഴുവനാക്കും? കുഡ് ഫിനിഷ് ഹെർ ക്വാറി. അതായത് അവന്റെ അമ്മ അവനോട് എന്തൊക്കെയോ ചോദിക്കുക, എന്താ അന്വേഷിക്കുകയാണ്, എവിടേക്കാ പോണു, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മോൺ വാട്ട് ഹി വാസ് അപ് ടു, അവൻ എന്താ ചെയ്യാൻ പോണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും റൺ ഔട്ട്, അവൻ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. ആൻഡ് വെന്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം. എവിടേക്കോടി? നെഹ്റു സ്റ്റേഡിയം. ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റൈസ്. ആ റൈസിന്റെ മത്സരത്തിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. യഥാർത്ഥത്തിൽ അവന്റെ അവസ്ഥ എന്തായിരുന്നു? നല്ലതായിരുന്നു ചീത്തയായിരുന്നോ? ആ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അവൻ അച്ഛൻ ഇതാക്കിയിട്ട് പോലും അവൻ എന്ത് കിട്ടി? ഇതാക്കിയ കാരണം കൊണ്ട്, ചീത്ത പറഞ്ഞ കാരണം കൊണ്ട് അവൻ എന്ത് കിട്ടി? അവനിങ്ങനെ നല്ലൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ ഉള്ളൊരു അവസരം അവന്റെ മുന്നിൽ തെളിഞ്ഞു. പിന്നെ നല്ലൊരാൾ അവനെ പരിശീലിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലോകമറിയുന്ന ഓട്ടക്കാരനാക്കി അവനെ മാറ്റാമെന്നുള്ള ഉറപ്പൊക്കെ കിട്ടി. അത് വലിയൊരു കാര്യല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തോരം പറഞ്ഞു? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? 12 ഇനി 2 പേരും കൂടി. അപ്പൊ ഒരു കാര്യം, ഇവിടെ വെച്ച് നമ്മൾ നിർത്തേട്ടാ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ ഈ ഭാഗം നന്നായി വായിച്ചിട്ട് വരിക. ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ്. അടുത്ത ഭാഗം എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് അടിക്കും. പ്രിപ്പോസിഷൻ ടെസ്റ്റ് ആണ് അടിക്കുക. കേൾക്കണ്ട? പ്രിപ്പോസിഷൻ ടെസ്റ്റ് മനസ്സിലായില്ലേ? 1 മിനിറ്റ് ആണ് ഉണ്ടാവുള്ളൂ എഴുതാനായിട്ട് കേട്ടാ. ഓക്കെ, അപ്പോ നിങ്ങൾ ലീവ് ചെയ്തോ കേട്ടാ. നാളെ ഏതാ വിഷയം? സയൻസ് അല്ലേ? നാളെ സയൻസാ മാത്സ് ആണല്ലേ? മാത്സ് അല്ലേ നാളെ?